മാറ്റം സൃഷ്ടിക്കുന്നതിനുമായി ഭൂമിയിലേക്ക് വന്നു. ദൈവം ചില മനുഷ്യരെ തിരഞ്ഞെടുത്തു തൻ്റെ വചനത്തെ ലോകത്തിലേക്ക് എത്തിക്കാൻ. അവർ ദൈവത്തെ അനുസരിച്ചു. പൂർണ്ണ വിശ്വാസത്തോടെ ദൈവത്തിൽ ഭയമില്ലാതെ നടന്നു. അവരുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ രക്ഷാ സന്ദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ന് ഈ വിശ്വസ്തർ നമ്മുടെ കുവൈറ്റ് AG വാർഷിക സമ്മേളനത്തിൽ സന്ദർശിക്കുന്നു. അതിനാൽ ശ്രദ്ധിക്കൂ, കേൾക്കൂ, അവരുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം നേടൂ. ആദ്യമായി നമ്മളെ സന്ദർശിക്കുവാൻ എത്തിയിരിക്കുന്നത് ആദമും ഹവ്വയും. ദൈവത്തിന്റെ സ്വന്തം സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരായി ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട ആദ്യ മനുഷ്യരാണ് ആദമും ഹവ്വയും. അവർ വീണപ്പോഴും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല, മറിച്ച് രക്ഷയുടെ വാഗ്ദാനം നൽകി. അവരുടെ ജീവിതം മനുഷ്യ ദൗർബല്യത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ കൃപ എന്ന സത്യം വെളിപ്പെടുത്തുന്നു. നോഹ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ ദൈവത്തോടൊപ്പം നീതിയോടെ നടന്ന മനുഷ്യനാണ് നോഹ. ആരും വിശ്വസിക്കാതിരുന്നപ്പോഴും അവൻ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചു. അവന്റെ ജീവിതം പറയുന്നു, അനുസരണം രക്ഷയും പ്രത്യാശയും ജനിപ്പിക്കുന്നു. സന്ദർശിക്കാൻ എത്തുന്നു അബ്രഹാമും ഇസഹാക്കും. ഭയത്തെയും ബുദ്ധിയെയും മറികടന്ന് ദൈവത്തെ വിശ്വസിച്ച വിശ്വാസത്തിന്റെ പിതാവാണ് അബ്രഹാം. ഇസഹാക്ക് ദൈവ വാഗ്ദാനത്തിന്റെ ജീവനുള്ള സാക്ഷിയായി അനുസരണത്തിന്റെ വഴി നടന്നു. അവരുടെ ജീവിതം പ്രഖ്യാപിക്കുന്നു, വിശ്വാസം ദൈവിക ഒരുക്കത്തിലേക്ക് നയിക്കുന്നു. അടുത്തതായി നമ്മളെ കാണുവാൻ എത്തിയിരിക്കുന്നു യോസഫ്. ദൈവം തെരഞ്ഞെടുത്തിട്ടും വഞ്ചനയും കഷ്ടതയും അനുഭവിച്ച മനുഷ്യനാണ് യോസഫ്. വേദനയുടെ നടുവിലും അവൻ ദൈവത്തിൽ വിശ്വസ്തനായി തുടർന്നു. അവന്റെ ജീവിതം തെളിയിക്കുന്നു, ദൈവം വേദനയെ ലക്ഷ്യത്തിലേക്ക് മാറ്റുന്നു. ഉയർന്നു വന്ന് ദൈവത്തിന്റെ ശക്തമായ നേതാവായി മാറിയവനാണ് മോശ. ദൈവശക്തിയിൽ അവൻ അടിമത്തത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിച്ചു. അവന്റെ ജീവിതം പറയുന്നു, ദൈവം തയ്യാറായ ഹൃദയങ്ങളെ ഉപയോഗിക്കുന്നു. മിരിയം ദൈവവിജയം പാട്ടായി പ്രഖ്യാപിച്ച പ്രവാചകയാണ് മിരിയം. വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും അവൾ ദൈവത്തെ മഹത്വപ്പെടുത്തി. അവളുടെ ജീവിതം പഠിപ്പിക്കുന്നു, സ്തുതി ദൈവത്തിന്റെ മഹത്വം ഉയർത്തുന്നു. ദെബോറ ദൈവം ഉയർത്തിയ പ്രവാചകയും ന്യായാധിപതിയുമായ ധൈര്യശാലിയായ നേതാവാണ് ദെബോറ. ദൈവശബ്ദം കേട്ട് അവൾ ജനത്തെ വിജയത്തിലേക്ക് നയിച്ചു. അവളുടെ ജീവിതം പറയുന്നു,
ദൈവം വിശ്വസ്ത നേതാക്കളെ ശക്തിപ്പെടുത്തുന്നു. അടുത്തതായി നമ്മളെ സന്ദർശിക്കുന്ന വ്യക്തിയാണ് ഷിംഷോൻ. ദൈവം പ്രത്യേകമായി വേർതിരിച്ച അത്യുജ്വല ശക്തിയുള്ള മനുഷ്യനാണ് ഷിംഷോൻ. വീഴ്ചകൾ ഉണ്ടായിട്ടും ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. അവന്റെ ജീവിതം നമ്മളെ ഓർപ്പിക്കുന്നു, യഥാർത്ഥ ശക്തി ദൈവത്തിൽ നിന്നാണ്. ബോവസും രൂത്തും നഷ്ടത്തിനിടയിലും വിശ്വാസവും വിശ്വസ്തതയും തെരഞ്ഞെടുത്ത സ്ത്രീയാണ് രൂത്ത്. നീതിയിലും കരുണയിലും ജീവിച്ച വീണ്ടെടുപ്പുകാരനാണ് ബോവസ്. അവരുടെ ജീവിതം വെളിപ്പെടുത്തുന്നു, ദൈവം ദൈവഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു. ഹന്നയും ശമൂവേലും ആഴമുള്ള വേദനയിൽ ദൈവത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഹന്ന. ശമൂവേൽ ബാല്യത്തിൽ തന്നെ ദൈവശബ്ദം കേട്ട് അവന് വേണ്ടി ജീവിച്ചു. അവരുടെ ജീവിതം പഠിപ്പിക്കുന്നു, പ്രാർത്ഥന വിധിയെ മാറ്റുന്നു, സേവനം തലമുറകളെ രൂപപ്പെടുത്തുന്നു. ദാവീദ് ആടുകളെ മേയ്ക്കുന്ന ബാലനിൽ നിന്ന് ദൈവഹൃദയമുള്ള രാജാവായി ഉയർന്നവനാണ് ദാവീദ്. വിശ്വാസത്തോടെ അവൻ ഗോലിയാത്തിനെ നേരിട്ടു. ജയം ദൈവത്തിൻ്റെതെന്ന് വിശ്വസിച്ചു. അവന്റെ ജീവിതം വെളിപ്പെടുത്തുന്നു, ദൈവം ഹൃദയം നോക്കിയാണ് തിരഞ്ഞെടുക്കുന്നത്. എസ്തർ ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി സ്ഥാനമേറ്റെടുത്ത രാജ്ഞിയാണ് എസ്തർ. സ്വന്തം ജീവനെ പോലും പണയം വെച്ച് അവൾ തന്റെ ജനത്തെ രക്ഷിച്ചു. അവളുടെ ജീവിതം പ്രഖ്യാപിക്കുന്നു, ധൈര്യം വിശ്വാസത്തിൽ നിന്നാണ് പിറക്കുന്നത്. ദാനിയേൽ വിദേശത്തും ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ദൈവദാസനാണ് ദാനിയേൽ. ഭീഷണികളിലും പ്രാർത്ഥനയിൽ അവൻ ഉറച്ചു നിന്നു. അവന്റെ ജീവിതം തെളിയിക്കുന്നു, ദൈവം വിശ്വസ്തരെ സംരക്ഷിക്കുന്നു. യോസഫും മറിയവും ദൈവത്തിന്റെ മഹത്തായ വാഗ്ദാനം ഏൽപ്പിക്കപ്പെട്ട ദൈവദാസന്മാരാണ് യോസഫും മറിയവും. അവർ വിനയത്തോടെയും വിശ്വാസത്തോടെയും ദൈവത്തെ അനുസരിച്ചു. അവരുടെ ജീവിതം തെളിയിക്കുന്നു, അനുസരണം രക്ഷകനെ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ഗബ്രിയേൽ സ്വർഗസിംഹാസനത്തിൽ നിന്നുള്ള ദൈവദൂതനാണ് ഗബ്രിയേൽ. ദൈവത്തിന്റെ മഹത്തായ സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് എത്തിച്ചവൻ. അവന്റെ ദൗത്യം പ്രഖ്യാപിക്കുന്നു, ദൈവവചനം നിശ്ചയം നിവൃത്തിയാകും. യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വഴിയൊരുക്കുവാൻ അയക്കപ്പെട്ട ധൈര്യശാലിയായ ദൈവദൂതനാണ് യോഹന്നാൻ സ്നാപകൻ. സത്യം ഭയമില്ലാതെ പ്രസംഗിച്ച്
അവൻ ത്യാഗജീവിതം നയിച്ചു. അവന്റെ ജീവിതം വിളിച്ചു പറയുന്നു, ദൈവരാജ്യം അടുത്തിരിക്കുന്നു. ലാസർ, മാർത്ത, മറിയം. യേശുവിനെ സ്നേഹിച്ചും വിശ്വസിച്ചും ജീവിച്ച ഒരു കുടുംബമാണ് ലാസർ, മാർത്ത, മറിയം. മരണത്തിന് മേൽ അധികാരമുള്ള കർത്താവിന്റെ ശക്തി അവർ അനുഭവിച്ചു. അവരുടെ ജീവിതം പ്രഖ്യാപിക്കുന്നു, യേശു ഉയർപ്പും ജീവനും ആകുന്നു. മറിയം യേശുവിന്റെ കൃപയാൽ പൂർണ്ണമായി മാറ്റം പ്രാപിച്ച സ്ത്രീയാണ് മഗ്ദലന മറിയം. അവൾ വിശ്വസ്തയായി യേശുവിനെ അനുഗമിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആദ്യം കണ്ടു. അവളുടെ ജീവിതം പ്രഖ്യാപിക്കുന്നു, വീണ്ടെടുപ്പ് ജീവിതം മാറ്റുന്നു. സ്തെഫാനോസ് വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ ദൈവദാസനാണ് സ്തെഫാനോസ്. മരണത്തിനിടയിലും അവൻ ക്ഷമയും സത്യവും പ്രഖ്യാപിച്ചു. അവന്റെ ജീവിതം പറയുന്നു, സത്യത്തിനായി ധൈര്യത്തോടെ നിലകൊള്ളുക. പൗലോസ് പീഡകനിൽ നിന്ന് സുവിശേഷത്തിന്റെ ശക്തമായ അപ്പോസ്തലനായി മാറിയവനാണ് പൗലോസ്. ബന്ധനങ്ങളിലും കഷ്ടതകളിലും അവൻ വിശ്വാസം കൈവിട്ടില്ല. അവന്റെ ജീവിതം പ്രഖ്യാപിക്കുന്നു, ദൈവം ഹൃദയങ്ങളെ പൂർണ്ണമായി മാറ്റുന്നു. അക്വിലയും പ്രിസ്കില്ലയും ദൈവസത്യത്തിൽ ഒന്നായ വിശ്വസ്ത ദൈവദാസന്മാരായിരുന്നു അക്വിലയും പ്രിസ്കില്ലയും. സഭയെ ശക്തിപ്പെടുത്തുവാൻ അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. അവരുടെ ജീവിതം തെളിയിക്കുന്നു, ഏകതയിൽ ദൈവം ശക്തമായി പ്രവർത്തിക്കുന്നു. യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ. യേശുവിന്റെ ഹൃദയത്തോട് ചേർന്ന് നടന്ന പ്രിയ ശിഷ്യനാണ് യോഹന്നാൻ. സ്നേഹവും സത്യവും അവൻ ലോകത്തോട് പ്രസംഗിച്ചു. അവന്റെ ജീവിതം പ്രഖ്യാപിക്കുന്നു, ദൈവം സ്നേഹമാണ്. ദൂതൻ കൂട്ടത്തിൽ